إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفره إنه كان توابا. اتقوا الله عباد الله. أوصيكم وإياي أولا بتقوى الله. സ്നേഹമുള്ള വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ, കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും പാലിച്ചുകൊണ്ട് അവനെ സൂക്ഷിക്കേണ്ട രൂപത്തിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഉൾക്കൊള്ളുന്ന സ്വഹാബികളുടെ ഇടയിലൂടെ ചില യഹൂദികൾ നടന്നു പോകുമ്പോൾ അവർ പറഞ്ഞു, ലൗ നസലത് ഹാദിഹിൽ ആയതു ഫീനാ ലത്തഖദ്നാ ദാലികൽ യൗമ ഈദ. ആ ആയത്ത് ഞങ്ങളിലാണ് ഇറക്കപ്പെട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ആ ദിവസം പെരുന്നാളായി ആഘോഷിക്കുമായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അയ്യത്തു ആയ, ഏതായത്താണ്? അവർ പറഞ്ഞു, അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വ അത്മംതു അലൈക്കും നിഅമതി. ഇന്നേ ദിവസം നിങ്ങളുടെ ദീൻ ഇതാ പൂർത്തീകരിച്ചിരിക്കുന്നു, നിങ്ങൾക്കുമേൽ എൻ്റെ നിഅമത്ത്, എൻ്റെ അനുഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന ആയത്ത്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ല അഅലമു അയ്യ മകാനിൻ ഉൻസിലത്.
അതെവിടെ വെച്ചാണ് ഇറങ്ങിയത് എന്നുള്ളത് എനിക്ക് കൃത്യമായി അറിയാം. ഉൻസിലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഖിഫുൻ ബിഅറഫ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറഫയിൽ നിൽക്കുമ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങുന്നത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. ഹിജ്റ 10-ാം വർഷമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ് ദുൽഖഅദ മാസത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിന് വിളംബരം ചെയ്തു. മദീനയിൽ ജനങ്ങൾ തടിച്ചുകൂടി. അങ്ങനെ അവർ മക്കയിലേക്ക് യാത്ര തുടങ്ങി. അന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യത്തെയും അവസാനത്തെയും ഹജ്ജ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജിനിടയിൽ 3-ലധികം സന്ദർഭങ്ങളിൽ ജനങ്ങൾക്ക് മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നുണ്ട്. അതിലൊന്ന് ദുൽഹിജ്ജ 9 അറഫയിൽ വച്ചാണ്. 2 ദുൽഹിജ്ജ 10 മിനായിൽ വച്ചാണ്. മറ്റൊരു സന്ദർഭം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശം നൽകിയത് ദുൽഹിജ്ജ 12 മിനായിൽ വെച്ച് തന്നെയാണ്. അന്ന് അവിടെ ഒത്തുകൂടിയ സ്വഹാബാക്കൾക്ക് മാത്രമായിരുന്നില്ല ആ ഉപദേശങ്ങൾ. നമ്മളടക്കം ലോകാവസാനം വരെയുള്ള വിശ്വാസികൾക്കുള്ള ഉപദേശമായിരുന്നു അത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൽ അവരോടായി പറഞ്ഞു, അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇസ്മഉ ഖൗലി, എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ യൗമി ഹാദാ ഫി ഹാദൽ മൗഖിഫ്. ഇതേ സ്ഥാനത്ത് നിന്ന് ഇതേ സ്ഥലത്ത് വരുന്ന വർഷം നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്നാമതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ വിടവാങ്ങാൻ പോകുന്നു എന്ന സൂചനയാണ് നൽകിയത്. സൂറത്തുൻ നസ്ർ ഓതിവെച്ച അധ്യായം, എല്ലാവർക്കും അറിയുന്ന സൂറത്ത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിൻ്റെ 3 മാസം മുമ്പാണ് അവതീർണമായത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ത്, അല്ലാഹുവിൻ്റെ സഹായം വന്നാൽ, വിജയം വരികയും ചെയ്താൽ, വറഅയ്ത അന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, ജനങ്ങൾ സംഘമായി അല്ലാഹുവിൻ്റെ ദീനിൽ പ്രവേശിക്കുന്നത് നീ കാണുകയും ചെയ്താൽ, ഫസബ്ബിഹ് ബിഹംദി റബ്ബിക് വസ്തഗ്ഫിറു, നീ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തുക, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തുക, ഇസ്തിഗ്ഫാർ ചോദിക്കുക. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു തആല തൗബ സ്വീകരിക്കുന്നവനാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ പല ആളുകളും പറഞ്ഞു, സഹാബികൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിജയം നൽകിയാൽ, നമുക്ക് നസ്ർ നൽകിയാൽ, സഹായം നൽകിയാൽ അല്ലാഹുവിനെ തസ്ബീഹ് നടത്തണം, അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ നടത്തണം എന്നാണ് ഈ സൂറത്ത് നൽകുന്ന സൂചന എന്ന് പലരും പറഞ്ഞു. ചില ആളുകൾ അതിനെപ്പറ്റി മിണ്ടാതിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, താങ്കളും ഇതുപോലെ തന്നെയാണോ പറയുന്നത്? അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മരിക്കാനായി, വിടവാങ്ങാനായി, അല്ലാഹുവിലേക്ക് മടങ്ങാനായി എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ള സൂചനയാണ് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആ സൂചനയാണ് ജനങ്ങൾക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈമാറിയത്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളോട് ചോദിച്ചു, യാ അയ്യുഹന്നാസ്, ജനങ്ങളെ,
അയ്യു യൗമിൻ ഹാദാ, ഇതേത് ദിവസമാണ്? അവർ പറഞ്ഞു യൗമുൻ ഹറാം, പവിത്രമായ ദിവസമാണ്. ഖാല ഫഅയ്യു ബലദിൻ ഹാദാ, ഇത് ഏത് പ്രദേശമാണ്? ഇത് ഏത് നാടാണ്? ബലദുൻ ഹറാം, പവിത്രമായ നാടാണ്. ഖാല ഫഅയ്യു ഷഹ്രിൻ ഹാദാ, ഇതേത് മാസമാണ്? ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാഞ്ഞിട്ടല്ല, അവരെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവർക്ക് മനസ്സിലാക്കാൻ, അവരോട് പറയാൻ അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അവർ പറയുന്നു ഷഹ്റുൻ ഹറാം, പവിത്രമായ മാസമാണ്, പവിത്രമായ മക്ക, പവിത്രമായ ദുൽഹിജ്ജ മാസം, പവിത്രമായ അറഫ ദിനം. അവർ മറുപടി കൊടുത്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു ഫഇന്ന ദിമാഅകും വഅംവാലകും വഅറാദകും അലൈക്കും ഹറാം, നിശ്ചയമായും നിങ്ങളുടെ രക്തം, നിങ്ങളുടെ സമ്പത്ത്, വഅംവാലകും നിങ്ങളുടെ സമ്പത്ത്, വഅറാദകും നിങ്ങളുടെ അഭിമാനം, അലൈക്കും ഹറാം പവിത്രമാണ്. കഹുർമതി യൗമിക്കും ഹാദാ, ഈ അറഫ ദിനത്തിന്റെ പവിത്രത പോലെ, ഫീ ബലദിക്കും ഹാദാ, ഈ മക്കയുടെ പവിത്രത പോലെ, ഫീ ഷഹ്രിക്കും ഹാദാ, ദുൽഹിജ്ജ മാസത്തിന്റെ പവിത്രത പോലെ. നിങ്ങളുടെ രക്തം പവിത്രമാണ്, നിങ്ങളുടെ സമ്പത്ത് പവിത്രമാണ്, നിങ്ങളുടെ മാനം, അഭിമാനം നിങ്ങൾക്ക് പവിത്രമാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരാള് മറ്റൊരാളെ ഈ വിഷയത്തിൽ അവരുടെ രക്തം ചിന്താനോ, അവരുടെ സമ്പത്ത് അപഹരിക്കാനോ, അവരുടെ മാനം കളയുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനോ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അല്ലാഹുവിന്റെ റസൂൽ അവിടെ നടത്തുകയാണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞത് മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സ് ഔ ഫസാദിൻ ഫിൽ അർദി ഫകഅന്നമാ ഖതല അന്നാസ ജമീഅ. വല്ലവനും കാരണമില്ലാതെ ഒരാളെ കൊലപ്പെടുത്തിയാൽ അവൻ ഭൂമിയിലെ മുഴുവൻ ആളുകളെയും കൊലപ്പെടുത്തിയവനെ പോലെയാണ്. അല്ലാഹു തആല പറഞ്ഞതാണ്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പ്രഖ്യാപിക്കുകയാണ്. അതേപോലെ അഭിമാനത്തെ സംബന്ധിച്ച് യാ അയ്യുഹല്ലദീന ആമനൂ, നമ്മളെ അഭിമാനം എത്ര പെട്ടെന്ന് ഇല്ലാതെയാകും. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമുള്ള ഈ കാലത്ത് ആർക്കും ആരുടെ ജീവിതത്തിലേക്കും ഇടിച്ചു കയറാവുന്ന രൂപത്തിലാണ് നമ്മുടെ ചുറ്റുപാട്. അതിന് ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പേരും വെക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം മുഅ്മിനീങ്ങൾക്കില്ല, വിശ്വാസികൾക്കില്ല. എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോഴേക്ക് ഷെയർ ചെയ്യാൻ പാടില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ഇൻ ജാഅകും ഫാസിഖുൻ ബിനബഇൻ ഫതബയ്യനൂ, ദുർമാർഗിയായ ഒരാൾ നിങ്ങളുടെ അടുക്കൽ വല്ല ന്യൂസും കൊണ്ടുവന്നാൽ, വല്ല വാർത്തയും കൊണ്ടുവന്നാൽ, ഫതബയ്യനൂ, നിങ്ങൾ അതിനെപ്പറ്റി കൃത്യമായി വ്യക്തമായി അറിഞ്ഞുകൊള്ളുക, അന്വേഷിച്ചു കൊള്ളുക. അൻ തുസീബൂ ഖൗമൻ ബിജഹാല, നിങ്ങൾ അറിയാതെ വല്ല ജനങ്ങൾക്കും മറ്റുള്ള ജനങ്ങൾക്ക് ആപത്തുണ്ടാക്കാതിരിക്കാൻ. ഫതുസ്ബിഹൂ അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ ഖേദമുള്ള ആളുകളായി തീരുകയും ചെയ്യും. അങ്ങനെ നിങ്ങൾ കേൾക്കുന്നതൊക്കെ ഷെയർ ചെയ്താൽ അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിഹസിക്കാൻ പാടില്ല എന്ന് അല്ലാഹു തആല പറഞ്ഞു. എന്തുകൊണ്ട്? യാ അയ്യുഹല്ലദീന ആമനൂ, വിശ്വാസികളെ, ലാ യസ്ഖർ ഖൗമും മിൻ ഖൗം, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ പരിഹസിക്കണ്ട. അസാ അൻ യകൂനൂ ഖൈറൻ മിൻഹും, പരിഹസിക്കുന്ന ആളുകൾ, പരിഹസിക്കപ്പെടുന്ന ആളുകൾ പരിഹസിക്കുന്ന ആളുകളെക്കാൾ ഉത്തമരായേക്കാം.
പരിഹാസം കൂടുതൽ സ്ത്രീകളിലും ഉണ്ടാവും. സ്ത്രീകളെ പ്രത്യേകിച്ച് അല്ലാഹു തആല പറയാണ്, വലാ നിസാഉം മിൻ നിസാ അസാ അൻ യകുന്ന ഖൈറൻ മിൻഹുൻ. ഒരു വിഭാഗം സ്ത്രീകൾ മറ്റൊരു വിഭാഗം സ്ത്രീകളെ പരിഹസിക്കരുത്. കാരണം പരിഹസിക്കപ്പെടുന്ന സ്ത്രീകളായിരിക്കും പരിഹസിക്കുന്ന സ്ത്രീകളെക്കാൾ ഉത്തമർ. വലാ തൽമിസു അൻഫുസകും, നിങ്ങൾ പരസ്പരം കുത്തുവാക്കുകൾ പറയരുത്, കുത്തിപ്പറയരുത്. വലാ തനാബസു ബിൽ അൽഖാബ്, നിങ്ങൾ പരിഹാസപ്പേരുകൾ വിളിച്ചുകൊണ്ട് ആക്ഷേപിക്കരുത്, പരിഹാസപ്പേരുകൾ വിളിക്കരുത്. നമുക്കിഷ്ടമുള്ള, നമ്മുടെ വീട്ടുകാർ ഇടാത്ത, നമുക്കിഷ്ടമുള്ള, നമ്മുടെ വീട്ടുകാർ ഇട്ടിട്ടുള്ളതായിട്ടുള്ള മറ്റുള്ള പേരുകളുണ്ടല്ലോ, പരിഹസിച്ചുകൊണ്ട് വിളിക്കുന്ന പേരുകൾ. എന്നിട്ട് അല്ലാഹു തആല പറയാൻ, ബിഅ്സൽ ഇസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, സത്യവിശ്വാസം കൈക്കൊണ്ടതിന് ശേഷം അധാർമികമായ പേര് വിളിക്കുന്നത് എത്ര ചീത്തയാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ആരുടെയെങ്കിലും അടുത്തു വന്നാൽ നിങ്ങൾ തൗബ ചെയ്യണം. തൗബ ചെയ്യാത്ത ആളുകൾ വമൻ ലം യതുബ് ഫൗലൈക ഹുമുൽ ളാലിമൂൻ, തൗബ ചെയ്യാത്തവർ അക്രമികളാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ 3 കാര്യങ്ങളാണ് അല്ലാഹുവിൻ്റെ റസൂൽ ആദ്യമായി പറയുന്നത്. പിന്നീട് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജാഹിലിയ്യത്തിലെ തിന്മകൾ വിരോധിക്കുകയാണ്. കുടിപ്പകയുണ്ടായിരുന്നവർ, പക കൊണ്ട് നടന്നിരുന്നു അവർ. അതിന് അല്ലാഹുവിൻ്റെ റസൂൽ നിഷേധിക്കുന്നു, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നു. അതേപോലെ പലിശയെ അല്ലാഹുവിൻ്റെ റസൂൽ എതിർക്കുന്നു. അദ്ദേഹത്തിൻ്റെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് കിട്ടാനുള്ള പലിശ അത് വേണ്ടെന്ന് വെക്കുന്നു. പലിശയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഒഴിവായി നിൽക്കണം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ട് സുഖമായിട്ട് ആ പലിശയും കൊണ്ട് ജീവിക്കുന്നു. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നിങ്ങൾ സഹോദരങ്ങളാണ്. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ. സൂറത്ത് ഹുജറാത്തിൽ അല്ലാഹു തആല പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ, മുഅ്മിനീങ്ങൾ സഹോദരങ്ങളാണ്. അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഫഅസ്ലിഹൂ ബൈന അഖവൈക്കും, നിങ്ങളുടെ സഹോദരങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ രഞ്ജിപ്പുണ്ടാക്കണം, ഐക്യമുണ്ടാക്കണം. ആ തെറ്റുകൾ വലുതാകാതെ നോക്കണം, ആ തെറ്റുകൾ തീർപ്പാക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ലഅല്ലകും തുർഹമൂൻ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ നിങ്ങൾ റഹ്മത്ത് ചെയ്യപ്പെട്ടവരാകും. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അടുത്തതായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിങ്ങളുടെ ഔന്നിത്യത്തിന്റെ അടിസ്ഥാനം തഖ്വയാണ്. നിങ്ങളുടെ ഔന്നിത്യത്തിന്റെ അടിസ്ഥാനം. യാ അയ്യുഹന്നാസ്, ജനങ്ങളെ, ഇന്ന റബ്ബകും വാഹിദ്, നിങ്ങളുടെ റബ്ബ് ഏകനാണ്. നിങ്ങളുടെ റബ്ബ് ഏകനാണ്. അലാ, നിങ്ങൾ അറിയണം ഒരു കാര്യം, ലാ ഫദ്ല ലി അറബിയ്യിൻ അലാ അജമിയ്യിൻ, ഒരു അറബിക്ക് അനറബിയുടെ മേൽ ഒരു ഫദ്ലുമില്ല, ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അജമിയ്യി അലാ അറബി, അനറബിക്ക് അറബിയുടെ മേലും ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അഹ്മറ അലാ അസ്വദ്, കറുത്തവന്റെ മേൽ വെളുത്തവന് ഒരു ശ്രേഷ്ഠതയുമില്ല. വലാ ലി അസ്വദ അലാ അഹ്മർ, വെളുത്തവന്റെ മേൽ കറുത്തവന് ഒരു ശ്രേഷ്ഠതയുമില്ല. ഇല്ലാ ബിത്തഖ്വ, തഖ്വ കൊണ്ടല്ലാതെ. തഖ്വയാണ് നിങ്ങളുടെ ശ്രേഷ്ഠത അളക്കുന്ന കാര്യം.
ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും, നിങ്ങൾ അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ളവർ അക്രമകും അത്ഖാകും, നിങ്ങളിലെ ഏറ്റവും തഖ്വയുള്ളവരാണ്, സൂക്ഷ്മതയുള്ളവരാണ്. അപ്പോൾ ആ തഖ്വ ജീവിതത്തിൽ എന്ത് ചെയ്യണം? എല്ലാ സമയത്തും ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത, എവിടെയാണെങ്കിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് എന്ത് ചെയ്യണം? നീ ജീവിക്കണം. എവിടെയാണെങ്കിലും എന്തെങ്കിലും പാപം വന്നു പോയാൽ നന്മ പിന്തുടർത്തണം. തംഹുഹ, അങ്ങനെ നീ നന്മ പിന്തുടർത്തിയാൽ ആ പാപം പൊറുക്കാൻ, അത് മായ്ച്ചു കളയാൻ അത് കാരണമാകും. ജനങ്ങളോട് നല്ല രൂപത്തിൽ പെരുമാറുകയും ചെയ്യണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ നന്മ നമ്മുടേത് മാത്രമായി നിലനിൽക്കാനാണ്. നേരെ മറിച്ച് ജനങ്ങളോട് തോന്നിയ രൂപത്തിലാണെങ്കിലോ ആ നന്മൊക്കെ ജനങ്ങൾക്ക് പോകും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ ആ രൂപത്തിൽ പറഞ്ഞത്. അതേപോലെ വീണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, ഇത്തഖുല്ലാഹ ഫിൻ നിസാ, അള്ളാഹുവിൻ്റെ റസൂൽ പറയാൻ, സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. ഫഇന്നകും അഖദ്തുമൂഹുന്ന ബിഅമാനില്ലാഹ്, അള്ളാഹുവിൻ്റെ അമാനത്തിലാണ്, അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലാണ് അവരെ നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അവർക്ക് ഭക്ഷണം നൽകണം, വസ്ത്രം നൽകണം, അവർക്ക് സംരക്ഷണം നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ഏറ്റവും വലിയ മനുഷ്യാവകാശ പ്രഖ്യാപനമല്ലേ സ്ത്രീകളെ സംരക്ഷിക്കണം. ഖിയാറുക്കും ഖിയാറുക്കും ലിനിസാഇക്കും, നിങ്ങളിലെ ഏറ്റവും ഉത്തമരായിട്ടുള്ളവർ നിങ്ങളുടെ ഭാര്യയോട് നല്ല രൂപത്തിൽ പെരുമാറുന്നവനാണ്. എന്തങ്ങനെ പറയാൻ കാരണം? മറ്റുള്ള സ്ഥലത്തൊക്കെ നമുക്ക് അഭിനയിക്കാൻ പറ്റും, നമ്മുടെ ക്യാരക്ടർ ഒളിച്ചു വെക്കാൻ പറ്റും. നമ്മളെ കറക്റ്റ് ക്യാരക്ടർ, നമ്മുടെ കറക്റ്റ് സ്വഭാവം എവിടെയാണ് ഒളിവാകുക? നമ്മുടെ വീട്ടിലാണ്. അവിടെ നമുക്ക് നല്ല രൂപത്തിൽ പെരുമാറാൻ സാധിച്ചാൽ നിങ്ങൾ ഖൈറുള്ളവനാണ്, ഉത്തമരായിട്ടുള്ള ആളുകളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ദീർഘമായി പറയാനുള്ള സമയം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തതായി പറയുന്നു, വഖദ് തറക്തു ഫീകും മാ ലൻ തദില്ലു ബഅദ ഇൻ ഇഅ്തസംതും ബിഹി കിതാബുല്ലാഹ് വസുന്നത റസൂലിഹി. നിങ്ങൾക്ക് ഞാൻ വിട്ടേച്ചു പോകുന്നു, അത് നിങ്ങൾ കടിച്ചു പിടിക്കുകയാണെങ്കിൽ, നിങ്ങളത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യൂല? നിങ്ങൾ തെറ്റിപ്പോവുകയില്ല. അള്ളാഹുവിൻ്റെ കിതാബാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, വഅൻതും തുസ്അലൂന അന്നി ഫമാ അൻതും ഖായിലൂൻ, നിങ്ങൾ എന്നെപ്പറ്റി ചോദിക്കും, അപ്പോൾ നിങ്ങൾ എന്നെപ്പറ്റി എന്താണ് പറയുക? ആ സ്വഹാബാക്കൾ പറയുന്നു, നഷ്ഹദു അന്നക ഖദ് ബല്ലഗ്ത വഅദ്ദൈത വനസഹ്ത, പ്രവാചകരെ താങ്കൾ താങ്കളുടെ ഉത്തരവാദിത്തം നിർവഹിച്ചിരിക്കുന്നു, അള്ളാഹുവിൻ്റെ ദീൻ ഞങ്ങൾക്ക് എത്തിച്ചു തന്നിരിക്കുന്നു, ഞങ്ങളോട് ഗുണകാംക്ഷയോടെ പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അള്ളാഹുവിനോട് സാക്ഷ്യം നിൽക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്തേക്ക് കൈ ഉയർത്തി പറഞ്ഞു, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുമ്മ ഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൽയുബല്ലിഗിശ് ഷാഹിദു അൽ ഗായിബ്, ഇവിടെ ഹാജറുള്ള ആളുകൾ ഹാജറില്ലാത്ത ആളുകൾക്ക് എത്തിച്ചു നൽകട്ടെ എന്ന് പറഞ്ഞാൽ ഖിയാമത്ത് നാൾ വരേക്കുമുള്ള ജനങ്ങൾക്കുള്ള ഉപദേശമാണ് ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക എന്നുള്ളത്. കുന്തും ഖൈറ ഉമ്മ, അല്ലാഹു തആല നമ്മളെപ്പറ്റി പറഞ്ഞതാണ്, നിങ്ങൾ ഉത്തമരായിട്ടുള്ള സമുദായമാണ്. ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ള സമുദായമാണ് നിങ്ങൾ.
അതുകൊണ്ടാണ് നിങ്ങൾ മുസ്ലിമാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ നിഅമത്താണ്. നമ്മുടെ ഔന്നിത്യം കൊണ്ടാണോ നമ്മളെല്ലാവരും മുസ്ലിങ്ങളായത്? അല്ല, അള്ളാഹുവിൻ്റെ നിഅമത്താണ്. എന്തിനാ അള്ളാഹു തആല നിഅമത്ത് നൽകിയിട്ടുള്ളത്? അള്ളാഹുവിൻ്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ട് ആ നിഅമത്തിന് ശുക്ർ ചെയ്യാനാണ്. ആ ദഅവത്തിൽ എല്ലാവരും പങ്കാളികളാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ ലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ കസീറൻ മസീദൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അറഫ ദിനത്തിൽ ലോകത്തോട് നടത്തിയിട്ടുള്ള ചില പ്രഖ്യാപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അതനുസരിച്ച് ജീവിക്കുവാൻ നാം പരിശ്രമിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആ അറഫ ദിനത്തിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അറഫ ദിനത്തിൽ പ്രത്യേകമായിട്ടുള്ള കാര്യം എന്താണ് എന്നുള്ളത് നാം മനസ്സിലാക്കിയാൽ അറഫ ദിനത്തിലെ നോമ്പിനെ സംബന്ധിച്ചാണ്. ആ നോമ്പിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഫضൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. യുകഫിറു സനതൽ മാദിയത വൽ ബാഖിയ, കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന വർഷത്തെയും പാപങ്ങൾ അല്ലാഹു തആല പുറത്തു നൽകുന്നതാണ്. വരാനിരിക്കുന്ന വർഷത്തെ പാപങ്ങൾ പൊറുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? പാപങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് നഷ്ടപ്പെടും. അഥവാ നമ്മുടെ ജീവിതത്തിൽ പാപങ്ങൾ ഉണ്ടായാൽ തൗബ ചെയ്യാനുള്ള തൗഫീഖ് ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതൊരു ചാൻസാണ്, ഒരു അവസരമാണ്. ആ അവസരം വളരെ കുറഞ്ഞ ആളുകളെ ഉപയോഗപ്പെടുത്തുകയുള്ളൂ എന്നുള്ളത് ഒരു സത്യമാണ്. ആ കുറഞ്ഞ ആളുകളിൽ നമ്മൾ ഉൾപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് ഈ ആഴ്ചയും അത് നിങ്ങളെ ഉണർത്താൻ ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൊട്ടടുത്ത ദിവസം പെരുന്നാളാണ്. ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച പെരുന്നാളാണ്. ഏറെക്കാണ് നമസ്കാരം ഉണ്ടാവുക. അതനുസരിച്ച് എല്ലാവരും തയ്യാറാവുക. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. പുതിയ വസ്ത്രമുണ്ടെങ്കിൽ പുതിയ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുക. അതിൽ തന്നെ പ്രധാനപ്പെട്ട കാര്യം ഇസ്ലാമികമായിട്ടുള്ള വസ്ത്രം ധരിക്കുക. നമ്മുടെ മക്കളുടെ കാര്യം വളരെ ശ്രദ്ധിക്കുക. ആൺകുട്ടികളാണെങ്കിൽ നെരിയാണിക്ക് താഴെ പോകുന്ന പാൻറ്റുകൾ അത് ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യരുത്? നരകം വാങ്ങരുത്. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ വസ്ത്രധാരണവും കണ്ടാൽ ഒരു തരം ആൺകുട്ടികളുടെ പ്രകൃതം പോലെ തോന്നിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ പെൺകുട്ടികളുടെ വസ്ത്രധാരണം പോയിക്കൊണ്ടിരിക്കുന്നത്. ആരാ കൊടുക്കണം? നമ്മളെ കൊടുക്കണം, നമ്മളെ വാങ്ങിച്ചു കൊടുക്കണം. അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അവരെ ഞാൻ കുറ്റപ്പെടുത്തുന്നേ ഇല്ല. നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. എന്തിനാ അവരെ കുറ്റപ്പെടുത്തുന്നത്? അവരെ വളർത്തിയത് നമ്മളാണ്. അവർക്ക് ആ സാഹചര്യത്തിലേക്ക് എത്തിക്കാനുള്ള കാരണക്കാർ നമ്മളാണ് അതിൻ്റെ ഉത്തരവാദികൾ. 7 വയസ്സ് മുതൽ നിങ്ങളുടെ കുട്ടികളുടെ
തല മറച്ചുകൊണ്ടാണ് പുറത്തേക്ക് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തുക. അതിന് അത്രയൊക്കെ പറയണം, അത്ര പറയണം. എന്നാലേ 10 വയസ്സാവുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവർക്ക് സ്വയം തോന്നുള്ളൂ. ശീലിപ്പിച്ചു കൊടുക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോഴുള്ള പെൺകുട്ടികൾ ലിപ്സ്റ്റിക്ക് ഒഴിവാക്കാൻ മടിക്കുന്നത്? എന്തുകൊണ്ടാണ്? നമ്മൾ ശീലിപ്പിച്ചതാണ് അല്ലേ? ചെറിയ കുട്ടിയല്ലേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ചുണ്ടുമ്പോൾ ഇങ്ങനെ തേച്ചു കൊടുക്കും. 5 വയസ്സ് മുതൽ അല്ലേ? 6 വയസ്സായി, 7 വയസ്സായി, 8 വയസ്സായി, 9 വയസ്സായി, 10 വയസ്സായി. ഇതിങ്ങനെ ശീലിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് നമ്മൾ. പിന്നെ വലുതായതിനു ശേഷം അത് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് അത് അക്സെപ്റ്റ് ചെയ്യുക? അവർ ശീലിപ്പിച്ചത് അങ്ങനെയാണ്. അതുകൊണ്ട് വലുതാകുമ്പോൾ എങ്ങനെയാണോ നിങ്ങളുടെ കുട്ടികളെ കാണാൻ ആഗ്രഹിക്കുന്നത്, 7 വയസ്സ് മുതൽ തുടങ്ങുക. നിങ്ങളുടെ കുട്ടികൾ നമസ്കാരം നിലനിർത്തുന്നവരാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ 7 വയസ്സ് മുതൽ പരിശീലിപ്പിച്ചു കൊണ്ടിരിക്കുക. ഇസ്ലാമിക വസ്ത്രധാരണം ഉള്ള കുട്ടിയാവണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ 7 വയസ്സ് മുതൽ പരിശീലിപ്പിച്ചു കൊള്ളുക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ്. അതേപോലെ തന്നെ പെരുന്നാൾ നമസ്കാരം നമ്മൾ ഈദ്ഗാഹിലാണ് നടത്തുക. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്. മഴ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പള്ളിയിലേക്ക് അത് മാറ്റുകയും ചെയ്യും. മറ്റൊരു സുന്നത്ത്, ഭക്ഷണം കഴിക്കാതെയാണ് ഈദ്ഗാഹിലേക്ക് ബലിപ്പെരുന്നാൾ ദിവസത്തിൽ പോകേണ്ടത്. ഈദുൽ ഫിത്റിലാണോ ഭക്ഷണം കഴിച്ചുകൊണ്ടാണ്, അതാണ് സുന്നത്ത്. ആ സുന്നത്ത് നമ്മളെല്ലാവരും എടുത്തിട്ടുണ്ടാകും, കാരണം കഴിക്കേണ്ട വിഷയമല്ലേ. ഈ സുന്നത്ത് എന്ത് ചെയ്യുക? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്താണ് എന്ന് വിചാരിച്ചെന്ത് ചെയ്യുക? ഭക്ഷണം കഴിക്കാതെ മുസല്ലയിലേക്ക് പുറപ്പെടാൻ നമ്മൾ ശ്രദ്ധിക്കാം. അതേപോലെ നേരത്തെ മുസല്ലയിലേക്ക് പുറപ്പെടുക, തക്ബീർ ചൊല്ലിക്കൊണ്ട് മുസല്ലയിലേക്ക് പുറപ്പെടുക, മുസല്ലയിലേക്ക് നടന്നു പോവുക എന്നുള്ളതൊരു സുന്നത്താണ്. പോകുമ്പോഴും വരുമ്പോഴും വ്യത്യസ്ത വഴി നമ്മൾ സ്വീകരിക്കുക, അതൊരു സുന്നത്താണ്. അതേപോലെ ആശംസ പറയുക, കുടുംബ സന്ദർശനം നടത്തുക, രോഗികളായിട്ടുള്ള ആളുകളെ സന്ദർശിക്കുക, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം? ശ്രദ്ധിക്കുക. ആ ദിവസത്തിൽ നടത്തേണ്ട സുന്നത്തുകൾ നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം എന്താണെന്ന് മനസ്സിലാക്കുകയും ആ സുന്നത്തുകൾ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയിട്ടുള്ള പാപങ്ങൾ റഹ്മാനും റഹീമുമായ റബ്ബ് സുബ്ഹാനഹു വ തആല വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا إلى طاعتك. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم انصر المسلمين في كل مكان. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا وأجر والدينا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.